ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വരുവാനൊരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ വന്ന ചില രസകരമായ കമൻറ്റുകൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഇസ്രായേൽ മടങ്ങി വന്നു, രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു, കത്തി തളർത്തു, പിന്നെ ദൈവം തൻ്റെ ജനത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നു. അപ്പം ഇസ്രായേൽ മടങ്ങി വരുന്നു. ഇതൊരു പരമ്പരാഗതമായി അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നമ്മുടെ ഇടയിൽ അതിശക്തമായിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഇസ്രായേലും മടങ്ങി വരികയാണ്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു ചിത്രം എന്ന് പറയുന്നത്, ഇതിനെല്ലാം നമ്മൾ വേദോസത്തിൽ നിന്ന് വാക്യം എടുത്തിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2500 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പറഞ്ഞു, ജെരമ്യാവ് പറഞ്ഞു, ഹോശയ പറഞ്ഞു, ആമോസ് പറഞ്ഞു, ജെരമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങൾ കാണാൻ പറ്റും. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ നമുക്ക് വന്നതിൻ്റെ കാരണം, നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും തമ്മിലുള്ള താരതമ്യ പഠനം, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ വന്ന ഒരു പിഴവുണ്ട്. നമുക്കറിയാം, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ 31:1 വായിക്കുന്നുണ്ട്. ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പം ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗങ്ങൾ എന്നാണ്. ഷമായിം എന്നാണ് ഹീബ്രുവിൽ വാക്ക്. ഷമായിം എന്ന വാക്കിൻ്റെ അയ്യം എന്ന് പറയുന്ന പദം അവസാനം വരുമ്പോൾ എല്ലാ എബ്രായ വാക്കുകൾക്കും ലാസ്റ്റ് അയ്യം എന്ന് വരുമ്പോൾ അത് പ്ലൂറൽ ഫോമാണ്. ഗോഡ് ക്രിയേറ്റഡ് ബറ എലോഹീം എയ്ത്ത്, അതായത് അലിഫ്താവ്, ഹ ഷമായിം സ്വർഗങ്ങൾ, വാവ് അലിഫ്താവ് അല്ലെങ്കിൽ എയ്ത്ത് ഹെററ്റ്സ്. എറട്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ ലാൻഡ്. എറട്സ് എന്ന വാക്കിനർത്ഥം ലാൻഡ് എന്ന്. കാരണം ഭൂമി എന്ന് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അതൊരു ഗ്ലോബൽ പ്ലാനറ്റായിട്ടാണ് കാണുന്നത്. എന്നാൽ ഏൻഷ്യൻ്റ് വേൾഡിൽ എബ്രായരുടെ പശ്ചാത്തലത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഏതോ ഒരു ഉരുണ്ട പ്ലാനറ്റ് അല്ലെങ്കിൽ ഉരുണ്ട ഒരു ഗ്രഹമെന്നല്ല അവർ പഠിച്ചിരുന്നത്. ഒരവസരം തരാമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു അവസരം ലഭിക്കുവാണെങ്കിൽ, ഭൂമി പരന്നതാണെന്ന്, പ്ലാനറ്റല്ല കേട്ടോ, ഭൂമി പരന്നതാണെന്ന് ബൈബിളിൽ തെളിയിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു പ്ലാനറ്റ് അല്ല, ഈ പ്ലാനറ്റ് എന്ന വേർഡ് പോലും വന്നത് 15-ാമത്തെ നൂറ്റാണ്ടിലാണ്. പ്ലാനറ്റ് എന്ന വേർഡ്, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം, യഹൂദനെ സംബന്ധിച്ചോളം അവൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ അവന് താമസിക്കാനുള്ള ലാൻഡ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിന്ന് കാണുന്ന പോലെ ഗാലക്സി ഉണ്ടെന്നും അത് മിൽക്കി വേയിലാണെന്നും പിന്നെ ആയിരക്കണക്കിന് ഗാലക്സീസ് ഉണ്ടെന്നും നമ്മളിങ്ങനെ സൗരയൂഥത്തിൽ ഇങ്ങനെ, ഇതൊന്നും അവർക്കറിയത്തില്ല. അവർക്കറിയാതെ അവർക്ക് ലാൻഡ്. സോ ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ ലാൻഡ്. അപ്പോൾ ഹെവൻസ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ, നമുക്കറിയാം ഹെവൻസ് എന്ന് പറയുന്നത് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ടെമ്പിൾ. അതൊരു ടെമ്പിൾ ലാംഗ്വേജാണ്, ആകാശവും ഭൂമി. ഈ ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും, സ്വർഗങ്ങളും ഭൂമിയും. അപ്പോൾ ദേവാലയത്തിനകത്ത് തന്നെ 2 ഭാഗമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് വിശുദ്ധ സ്ഥലം, 2 അതിവിശുദ്ധ സ്ഥലം. അപ്പം വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും നമുക്ക് വേദപുസ്തകത്തിൽ ദേവാലയത്തിൽ കാണാൻ പറ്റും. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം ഇരിക്കുന്നു, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ശുശ്രൂഷിക്കും. പുറത്ത് നമ്മൾ കാണുന്നത് ഔട്ടർ കോട്ടാണ്. ഔട്ടർ കോട്ട് എന്ന് പറയുന്നത് ഭൂമിയും സമുദ്രവുമാണ്. പൊതുജനവും താമസിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുജനത്തിൽ വരാൻ പറ്റുന്ന ഔട്ടർ കോട്ട്.
അപ്പോൾ ഉൽപ്പത്തി 1:1 എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ ആലയം സൃഷ്ടിച്ചതിനെക്കുറിച്ചും ആലയത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുമുള്ള ഒരു പ്രവചന ശബ്ദം അല്ലെങ്കിൽ ഒരു നറേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ശ്രദ്ധിക്കണം, നമ്മളിന്ന് പാലസ്തീനിലേക്ക് നോക്കുമ്പോൾ, ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ നൂറുകണക്കിന് യുദ്ധങ്ങൾ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കും. 1948 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അനേക യുദ്ധങ്ങളിലൂടെ ഇന്നത്തെ ആധുനിക ഇസ്രായേൽ കടന്നു പോകും. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഈ വേദപുസ്തകം വിശ്വസിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ബ്രദറൻ, മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ദൈവദാസന്മാർ ഇവർ പഠിപ്പിക്കുന്നത് ഇത് ദൈവം തൻ്റെ ജനത്തെ മടക്കി വരുത്തിയിരിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ എവിടേക്ക്? സ്വദേശത്തേക്ക് മടക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പാണെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ആണ് ആന്റി ടൈപ്പാണ്. പഴയ നിയമത്തെ നമുക്ക് നിഴലായിട്ടും പുതിയ നിയമത്തെ നമുക്ക് പൊരുളായിട്ടും കാണാൻ പറ്റും. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ലാൻഡുണ്ട്, പ്രോമിസ് ലാൻഡുണ്ട്, അക്ഷരികമായ ആലയമുണ്ട്, അക്ഷരികമായ പൗരോഹിത്യമുണ്ട്, അക്ഷരികമായ യാഗങ്ങളുണ്ട്, അക്ഷരികമായ നിയമങ്ങളുണ്ട്, അക്ഷരികമായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അക്ഷരികമായ ഭക്ഷണക്രമമുണ്ട്. ഇങ്ങനെ ഓൾഡ് കവനന്റ് മുഴുവൻ നമ്മൾ കാണുന്നത് അക്ഷരികമായ ഉടമ്പടിയായിട്ട് കാണുന്നത്. ഇത് ടൈപ്പാണ്. എന്നാൽ ഇത് ഒരു നിഴലായിട്ടിരിക്കുമ്പോൾ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് നമ്മൾ വരുമ്പോൾ കാണേണ്ടത് ദേവാലയം, ആത്മീയ ദേവാലയം, ആത്മീയമായി ഉയർത്തെഴുന്നേറ്റവർ, ആത്മീയമായി ക്രിസ്തു എന്ന ലാൻഡിൽ താമസിക്കുന്നവർ, ക്രിസ്തു എന്ന ലാൻഡ്. ഓൾഡ് ടെസ്റ്റമെന്റിലെ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റമെന്റിൽ ക്രൈസ്റ്റ് ആണ്. ക്രൈസ്റ്റ് ഓൾഡ് ടെസ്റ്റമെന്റിലെ ലാൻഡ്, പ്രോമിസ് ലാൻഡ്, ഫിസിക്കൽ ലാൻഡ്. ന്യൂ ടെസ്റ്റമെന്റിൽ ആത്മീകമായ ദൈവമക്കൾ പാർക്കുന്ന ക്രിസ്തു എന്ന ആ ലാൻഡാണ്. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അപ്പൊ കാണിപ്പാനിരിക്കുന്ന ദേശം ആദ്യത്തെ പ്രോമിസാണ്. ആദ്യത്തെ പ്രോമിസ് മെസൊപ്പൊത്താമിയയിൽ ദൈവം, തേജോമയനായ ദൈവം വെളിപ്പെട്ട ശേഷം അബ്രഹാമിന് കൊടുക്കുന്ന ആദ്യത്തെ വാക്തത്വം എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഗിവ് യു എ ലാൻഡ്. ലാൻഡ് തരാം. ഈ ലാൻഡ് കൊടുത്തിട്ട് അടുത്ത് പറയുന്നു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ സന്തതികൾ എന്നല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച് ഗലാത്യർ 3:26 കാണാം. അത് ഏകനെ കുറിച്ച് എത്ര പറഞ്ഞു? അത് ക്രിസ്തു തന്നെ. അപ്പൊ ഇവിടെ ഒരു ലാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, വെറും ലാൻഡ് മാത്രമല്ല നിനക്ക് തരാൻ പോകുന്നത്, ആ ലാൻഡിൽ തഴച്ചു വളരാൻ, സമൃദ്ധിയായി വളരാൻ, പെരുകേണ്ടതിന് ഐ ആം ഗോയിങ് ടു ഗിവ് യു എ സീഡ് ടു. അപ്പൊ ഈ ലാൻഡ് ആൻഡ് സീഡ് എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടിയാണ്. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. അബ്രഹാമിന്റെ വാഗ്ദത്തത്തിനകത്ത് രണ്ട് പ്രധാന കാര്യം, ഐ ആം ടു ഗിവ് യു ദ ലാൻഡ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഗിവ് യു ദ സീഡ്. ഈ സീഡ് തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന്, ഡസ്റ്റ് ഓഫ് ദ എർത്ത്. ഡസ്റ്റ് ഓഫ് ദ എർത്ത്. 2, സാൻഡ് ഓഫ് ദ സീ. കടൽക്കരയിലെ, ഇൻ ദ സീ ഷോർ, കടൽക്കരയിലെ മണൽ. 3, സ്റ്റാർസ് ഇൻ ദ സ്കൈ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ. 3 categories of people: the dust of the earth, the sand of the shore, and the stars of the sky. But 3 type of seeds. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സീഡ് കൊടുത്തു, ലാൻഡും കൊടുത്തു. അപ്പോൾ ഈ ലാൻഡ് നമുക്കറിയാം, ഈ പറമ്പ് കിട്ടിയാൽ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ വിത്ത് വിതയ്ക്കാൻ പറ്റൂ. വിത്തുണ്ടെങ്കിൽ വിത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ലാൻഡും വേണം. ഇതൊരു ടൈപ്പോളജി. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ലാൻഡ് ദൈവത്തിന്റെ ലാൻഡാണ്. നമുക്ക് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ നിലം വിൽക്കരുത്, ജന്മനിലം വിൽക്കരുത്, കാരണം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പാർക്കുന്ന പരദേശികളാണ്. ദേശം എൻ്റേതാകുന്നു. ഇവിടെ പറയാം, ദൈവം ഇസ്രായേലിനോട് പറയാം, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പാർക്കുന്ന പരദേശികളാണ്. ഈ ലാൻഡ് എൻ്റേതാണ്.
നിങ്ങൾക്ക് ജന്മാവകാശമായി കിട്ടിയിരിക്കുന്ന ഈ ലാൻഡ് വിൽക്കരുത്, അധികാരമില്ല. അപ്പം ലാൻഡ് എന്ന് പറയുന്നത് വിൽക്കാൻ പറ്റത്തില്ല, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. നിങ്ങളോ അവിടെ വന്ന് പാർക്കുന്നവരാണ്. ഇതൊരു ഓൾഡ് കവനന്റ് ചിത്രമാണ്. ന്യൂ കവനന്റ് വന്നപ്പം നമ്മുടെ വേദോസത്തിൽ പുതിയ നിയമത്തിൽ ഒരു പ്രധാന ടെർമിനോളജി പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലൂടെ സഭയ്ക്ക് വ്യക്തമായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് സ്ഥലത്ത് എനിക്കൊരു മോർ ദാൻ 100 ടൈംസ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. നിങ്ങൾക്കറിയാം, ഓൾഡ് ടെസ്റ്റമെന്റിൽ the people were secure and protected by the Almighty while they were in the land of Canaan, promised land. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴൊക്കെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം ആ ജനത്തെ ലാൻഡിൽ നിന്ന് പുറത്താക്കി കളയും. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ ശിക്ഷയാണ് ലാൻഡിൽ നിന്ന് പുറത്താവും. ലാൻഡിന് പുറത്തായി കഴിഞ്ഞാൽ അവർ ശത്രുക്കൾക്ക് ഇരയാകും, അടിമകളാകും, പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, മറ്റ് ജനവിഭാഗത്തിന്റെ അടിമത്വത്തിലേക്കും അക്രമങ്ങളിലേക്കും ഇവർ വിടുന്നതായി കാണാൻ പറ്റും. പക്ഷേ while they were in the land, the promised land, അവരെപ്പോഴൊക്കെ ദൈവത്തിന്റെ പ്രോമിസ് ലാൻഡിലാണോ അപ്പോഴൊക്കെ അവർ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് വേദോസത്തില് എനിക്ക് ആ റെഫറൻസ് ഇപ്പം എൻ്റെ ഓർമ്മയിലില്ല. ഈ ശൗലിനെ ഭയപ്പെട്ട് ദാവീദ് ഇങ്ങനെ ഓടി അലഞ്ഞ് കാട്ടിലൂടെ മേട്ടിലൂടെ ഓടി അവസാനം ഇസ്രായേലിന്റെ അതിര് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പുറത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഫെലിസ്ത്യരുടെ കയ്യിൽ അകപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. ഫെലിസ്ത്യർ അദ്ദേഹത്തെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവിടെ താനെ തുപ്പൽ പുരട്ടി, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ആ തുപ്പൽ ഇങ്ങനെ ഭിത്തിയിൽ പുരട്ടിയിട്ട് ഒരു ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ ഭ്രാന്തന്മാർ ഇല്ലാഞ്ഞിട്ടാണോ ഇവരെ കൂടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ സ്വന്തമാക്കണം. ബിക്കോസ് അവനൊരു അഭിനയിക്കുക. കാരണം അവന് പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞു. കാരണം അവന് ലാൻഡിനകത്ത് മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കണം, ലാൻഡിനകത്ത് മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളൂ. ലാൻഡിന്റെ പുറത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് ഓൾഡ് കവനന്റ് ഫിസിക്കൽ ലാൻഡ്, ന്യൂ ടെസ്റ്റമെന്റ് ഫിസിക്കൽ ലാൻഡ് ഇല്ല. നമുക്ക് പറ്റിയ അബദ്ധം എന്ന് അറിയാമോ? നമ്മൾ ഇന്നും 1948 മെയ് മാസം 14 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു എന്ന് വെച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ കുറച്ച് വാക്യങ്ങൾ എടുത്ത് വെച്ച് നമ്മളൊരു പുതിയ ഉപദേശം സ്ഥാപിച്ചിരിക്കുക. ഇത് ബേസ് ആയത് ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന ഒരു പാതിരിയുടെ മനസ്സിലുണ്ടായി വന്ന ഒരു തിയോളജി. അതിനെ ഫ്യൂൽ ചെയ്തത് മാർഗ്രറ്റ് മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിന്റെ സ്വപ്നം. ഇതിൽ നിന്ന് ഉരുവായി വന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ റാപ്ചർ തിയറി, ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചർ, ക്ലോസ് ട്രിബുലേഷൻ റാപ്ചർ, മില്ലേനിയം, ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒരു നറേഷൻസ്. ദീസ് ആർ ദ ഡിസ്പെൻസേഷണലിസം. ഈ ഡിസ്പെൻസേഷണലിസമാണ് സയോണൈസ്ഡ് മൂവ്മെന്റിന്റെ കാരണം. ഈ സയോണൈസ്ഡ് മൂവ്മെന്റ് ആണ് ഈ ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേലിന് രൂപീകരണത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചത്. ഇത് ദൈവത്തിന്റെ കൈയല്ല, ദൈവത്തിന്റെ കൈയല്ല. വിശുദ്ധ വേദപുസ്തകത്തെ തെറ്റായി വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കളിൽ നിന്നുണ്ടായി വന്ന ഒരു ഭൗതിക സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഇസ്രായേലിന്റെ ഉത്ഭവം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഓൾഡ് ടെസ്റ്റമെന്റ് ആണ് ലാൻഡ്, പ്രോമിസ് ലാൻഡ്, ഫിസിക്കൽ ടെമ്പിൾ, ഫിസിക്കൽ പ്രീസ്റ്റ്ഹുഡ്, ഫിസിക്കൽ ലോസ്, റെഗുലേഷൻസ്, ഫിസിക്കൽ ഫെസ്റ്റിവൽസ്, ഫിസിക്കൽ സാബത്ത്, ഇതെല്ലാം ഫിസിക്കലാണ് മൊത്തം. ശനിയാഴ്ച മെയ് അനങ്ങി ഒന്നും ചെയ്യാൻ പാടില്ല, സാബത്ത് മൊത്തം ഫിസിക്കൽ. ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ ക്രൈസ്റ്റ് ബിക്കേം ദ ലാൻഡ്, ക്രൈസ്റ്റ് ബിക്കേം അവർ സാബത്ത്, ക്രൈസ്റ്റ് ബിക്കേം അവർ ഫെസ്റ്റിവൽ. എവറിത്തിങ് in the Old Testament, it denotes and it shows the reality that is the Lord Jesus Christ. Okay. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞത് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഈ ഒരു അന്ത്യകാല ശാസ്ത്രം പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം ശ്രദ്ധിക്കുക. ദൈവം തന്റെ ജനത്തെ ഭയങ്കരമായിട്ട് ഇമോഷണൽ പറയും. ദൈവം തന്റെ ജനത്തെ സ്വദേശത്തേക്ക് മടക്കി വരുത്തിയിരിക്കും. ഇസ്രായേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ
ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ സ്വദേശത്തേക്ക് ഞാൻ മടക്കി വരുത്തും. എന്തിനാ? എന്തെങ്കിലും നന്മയ്ക്കാണോ? ഇവരുടെ പ്രശ്നം ഒന്ന് കേട്ടു നോക്കി. ഞാൻ പേര് പറഞ്ഞ ആരെയും വിമർശിക്കുന്നില്ല. കാരണം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു വേദന അത് സങ്കടകരം പാടില്ല. വ്യക്തിപരമായിട്ട് വേണ്ട. നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചു നോക്കി. ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യ വരുന്നു, ഗോഗ് മഗോഗ് വരുന്നു, ഇസ്രായേൽ അയ്യം വിളിക്കാൻ പോകുന്നു. അപ്പം എന്തിനാ ഇവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നത്? സെക്രട്ടറി പ്രവചനം 3:9 പറഞ്ഞു, നഗരത്തിലുള്ള ദേശത്തുള്ള 2/3 ഛേദിക്കപ്പെടും. അപ്പം യേശുക്രിസ്തു ആണ് 1948 മെയ് മാസം 14 ഇസ്രായേലിനെ മടക്കി വരുത്തിയതെങ്കിൽ അവരെ എന്തിനാ കൊണ്ടുവന്നത്? സ്വദേശത്ത് കൊണ്ടുവന്നിട്ട് കൊല്ലാൻ വേണ്ടിയാണോ? റഷ്യ കൊണ്ടുവന്ന് ആക്രമിപ്പിക്കാനാണോ? ആലോചിച്ച് നോക്കിയേ. നമുക്ക് ദൈവം, ഞാനൊരു കാര്യം പറയാം, നമ്മൾ പാരമ്പര്യമായിട്ട് ഇപ്പം നമ്മുടെ പെന്തക്കോസ്റ്റൽസ് ബ്രദറും സഹോദരങ്ങൾ പറയാം, നമ്മൾ പാരമ്പര്യത്തിലൊന്നുമല്ല, നമ്മൾ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ കത്തോലിക്ക യാക്കോബും ഓർത്തഡോക്സ് ഒന്നുമല്ല. നമ്മൾ ദൈവത്തിന്റെ 10ാം നൂറ്റാണ്ടിലെ സഭയുടെ പിന്തുടർച്ചക്കാരാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇല്ല, നമുക്കും പാരമ്പര്യമില്ലേ നമ്മുടെ ഉപദേശങ്ങളിൽ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് വരെയെങ്കിലും എന്തോ ഈ ലാൻഡ്? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ലേവ്യ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു നിങ്ങൾ ആ ലാൻഡ് വിൽക്കരുതെന്ന്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്ന് നോക്കി. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് യെരൂശലേമിലെ ആളുകൾ തങ്ങളുടെ വസ്തുവകകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കും. വിൽക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം അപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് പറഞ്ഞ് വിൽക്കുക. എന്താ കാര്യം? ദൈവത്തിന്റെ പർപ്പസ്, ലാൻഡിനെ സംബന്ധിച്ച പർപ്പസ് പെർഫെക്റ്റ്ലി കംപ്ലീറ്റഡ്. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. So they don't want to go after that again. അവർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും ആ ലാൻഡ് അല്ല അവരുടെ പ്രധാന വിഷയം. അവർക്ക് മനസ്സിലായി പഴയ നിയമത്തിലെ അക്ഷരികമായ ലാൻഡ് പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ്. ക്രൈസ്റ്റ്, ലിവിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവാണ്. പഴയ നിയമത്തിലെ ലാൻഡ് പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ്. പഴയ നിയമത്തിലെ സന്തതി പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ലാൻഡും സീഡും ഒന്നാണെങ്കിൽ പിന്നെ നമ്മളാരാ? ആലോചിച്ചിട്ടുണ്ടോ? ലാൻഡ് ക്രൈസ്റ്റാണ്, സീഡും ക്രൈസ്റ്റാണ്. Then who are you? It's a very important question. അതിന്റെ ആൻസർ ക്രൈസ്റ്റിന്റെ വായിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ജോൺ ചാപ്റ്റർ 12:24 അവിടെ എഴുതിയിരിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തു എങ്കിലോ വളരെ ഫലമുണ്ടാകും. ഒരുവൻ തന്റെ പ്രാണനെ സ്നേഹിച്ചാൽ അവൻ അതിനെ കളയും, എന്നാൽ തന്റെ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ കണ്ടെത്തും. ഗോതമ്പ് മണി ക്രൈസ്റ്റാണ്. നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും. ക്രൈസ്റ്റ് എന്ന വിത്ത് നിലത്ത് വീണ് ചത്തു. ആ നിലത്ത് നിന്ന് മുളച്ചു വന്ന വൃക്ഷത്തിൽ നിന്ന്, ഫലമുള്ള ആ ചെടിയിൽ നിന്ന് ഉളവായി വന്ന വിത്തുക്കളാണ്, ഫ്രൂട്ട്സ് ആണ് നിങ്ങളും ഞാനും. വി ആർ ദ ഫ്രൂട്ട്സ് ഇൻ ദ ട്രീ ഓഫ് ക്രൈസ്റ്റ്, പ്ലാന്റഡ് ഇൻ ക്രൈസ്റ്റ്. ആമേൻ. ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേലും ദൈവത്തിന്റെ പദ്ധതിയുമായി 1% പോലും ബന്ധമില്ല. ഈ സയോണൈസ്റ്റ് മൂവ്മെന്റുകാരാണ് ഇന്ന് കാണുന്ന ആധുനികമായ സകലവിധമായ തീവ്രവാദത്തിനും കാരണം. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനത് കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു റിസർച്ച് ഇങ്ങനെ ഗൗരവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇസ്ലാമിൻ്റെ ദൈവം, ഇസ്ലാമിൽ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു അള്ളാ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഞാൻ ഈ വർഗീയതയും ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു ചെറിയ കാര്യം പറയാനാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു എൻസൈക്ലോപീഡിയയുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പം അതിൽ ഈ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ്, ഖുറൈശി ഗോത്രമൊക്കെ മക്കായിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, മക്കായിലെ ഖാബ എന്ന് പറയുന്ന ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഒരു ദേവനുണ്ട്. അതിൻ്റെ പേര് ഹുബാൽ എന്നാണ്. ഹുബാൽ. ഈ ഹുബാൽ എന്ന് പറയുന്ന ഈ ദേവനെ
അനേക നാളുകൾക്ക് മുമ്പ് ഈ ദേശത്ത് നിന്ന് സിറിയയിലേക്ക് പോയ ഒരാൾ സിറിയക്കാർ നൽകിയ വിഗ്രഹമാണ്. സിറിയ ആരാധിക്കുന്നത്, അസിറിയ ആരാധിക്കുന്നത് ബാൽദേവനെയാണ്. ഈ ബാൽദേവന്റെ വിഗ്രഹമാണ് ഇവർ കാബായിൽ കൊണ്ടുവന്ന് ഹുബാൽ എന്ന പേരിൽ ആരാധിച്ചത്. ഈ ഹുബാലാണ് ചീഫ് ഓഫ് ഗോഡ്, ദാറ്റ്സ് എ മൂൺ ഗോഡ്. ഏൻഷ്യന്റ് സ്റ്റഡി അനുസരിച്ച് ഹുബാൽ, ഞാനിത് ചുമ്മാ ജസ്റ്റ് ഇടയ്ക്ക് ഇത് പറഞ്ഞേ ഉള്ളൂ, ഹുബാൽ എന്ന് പറയുന്നതാണ് ബാൽ. ലോകത്തിലെ ഏറ്റവും വലിയ ബാൽ വർഷിപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. നമുക്കറിയാലോ, ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമിൽ യഹോവയായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ മത്സരിച്ചു വന്ന ദേവന്മാരിൽ ഒരാൾ ബാലാണ്. യഹോവയായ ദൈവത്തിന്റെ നാമം ക്ലൗഡ് റൈഡർ എന്നാണ്. ക്ലൗഡ് റൈഡർ, മേഘങ്ങളെ തേരാക്കി വരുന്ന ദൈവം. അങ്ങനെ തന്നെ ബാലും അതേ പേരിൽ തന്നെ അറിയപ്പെടാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പൊ ബാലായിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വിരോധമായി, യഹോവയുടെ ജനത്തിന് വിരോധമായിട്ട് ഓപ്പോസിറ്റ് നിന്ന ദേവനിൽ ഒരു. അതുകൊണ്ടാണ് എപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾ യഹോവയെ കളയുമോ അപ്പോഴല്ലേ ഇവർ ബാലിന്റെ പുറകിലാണ് പോകുന്നത്. ഈ ബാലിന്റെ വിഗ്രഹമാണ് ഹുബാൽ. അതാണ് ഹുബാൽ, ബേൽസബൂൽ, എല്ലാം ബേലാണ്, ബാലാണ്. ഹുബാൽ became Allah in the Islam. സോ നിങ്ങൾ മനസ്സിലാക്കി നോക്കിയാണെ, ഓൾഡ് ടെസ്റ്റമെന്റിലെ ബാലാരാധനയാണ് ന്യൂ ടെസ്റ്റമെന്റിൽ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ആധുനിക ലോകത്തെ ഇസ്ലാമികമായ ദൈവസങ്കല്പം. അതുകൊണ്ടാണ് ഈ ബാലിന്റെ ആളുകളും യഹോവയുടെ ആളുകളും തമ്മിൽ എപ്പോഴും പൊരിഞ്ഞ യുദ്ധമാണ്. ബാലിന്റെ ആളുകൾ പറഞ്ഞ് യഹോവയുടെ ആളുകളെ ഭൂമി വെച്ചേക്കത്തില്ല. സോ ഇങ്ങനെ ഒരു ശത്രുത ഇതിനകത്ത് ഹിസ്റ്റോറിക്കലി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം, ദയവായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾ ആധുനികമായി കാണുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ ജനം അല്ല. അപ്പൊ അടുത്ത ചോദ്യം, ഈ പഴയ നിയമത്തിലൊക്കെ ദൈവം അവരെ മടക്കി വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? ഞാൻ അതിലൊരു 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. എസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അന്നറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. സ്വദേശം. ഇപ്പം നമ്മുടെ എല്ലാം മൈൻഡിൽ എപ്പോഴും ഈ സ്വദേശം എന്ന് കേൾക്കുമ്പോൾ ഉടനെ എന്താ പറയുന്നത്? ഇസ്രായേലിന്റെ ലാൻഡ് എന്നാ പറയുന്നത്, പ്രോമിസ് ലാൻഡ്. പ്രോമിസ് ലാൻഡ് എന്ന വാക്തത്വ നാടെന്ന എന്തോന്റെ വാക്തത്വമാണ്? ഞാൻ ചോദിച്ചോട്ടെ, ഇവര് ലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്തൊരു വാക്തത്വം ഉണ്ടോ? പറയാം. വാക്തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ കൊടുക്കുന്ന ഒരു ഓഫർ അല്ലേ, ഗിഫ്റ്റ് ഓഫർ. വാക്തത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വാക്തത്വമാവും. വാക്തത്വം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാക്തത്വം ഇല്ല, ഫുൾഫിൽ ആയില്ലേ? ഇതിനകത്ത് ട്രൂത്ത് ഉണ്ട്. ഈ പ്രോമിസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ദൈവം ഇതൊരു അടയാളമാണ്. ഇത് നമുക്ക് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ആൾക്ക് മനസ്സിലായില്ലേ? അബ്രഹാമിന് നല്ലതായിട്ട് അറിയാം. അബ്രഹാമിനോട് പറഞ്ഞ ഈ നാട് മൊത്തം നിനക്ക് നിന്റെ സന്തതിക്ക് ശാശ്വതാവകാശമായിട്ട് വന്നിരിക്കുക. ഇത് കേട്ടിട്ട് പുള്ളി ഹാപ്പിയായി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആനന്ദം എന്നുള്ള പാട്ടൊന്നും പാടിപ്പോയിട്ടില്ല. അദ്ദേഹം അബ്രഹാം സഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഒരേ കൂടാരത്തിൽ പാർത്ത്, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കാൻ പറ്റും, എബ്രായരുടെ 12-ാം തീയതി, ഒരേ കൂടാരത്തിൽ പാർത്ത് ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമേ, ഇത്രയും വലിയ ഭയങ്കരമായ ഫലപുഷ്ടമായ ഈ ലാൻഡ്, ദൈവത്തിന്റെ മനോഹരമായ ഏതൻ, നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് പിന്നെന്തിനാ ഒരു കൂടാരം അടിച്ച് വേറെ എന്തിനോ കാത്തിരുന്നു? അതിന്റെ അർത്ഥം അബ്രഹാമിനറിയാം, ഞാൻ ഇന്ന് പാർക്കുന്ന ഈ നാട് എനിക്കും എൻ്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരാമെന്ന് പറഞ്ഞ ഈ നാട്, ഇത് വരാൻ പോകുന്ന ദൈവികമായ ഒരു ആത്മീക നാടിൻ്റെ നിഴലാണ്. അതുകൊണ്ട് ഞാൻ നിഴലിന്റെ പുറകെ പോകുന്നില്ല, ഞാൻ ഈ നിഴലിൽ പാർത്തുകൊണ്ട് പൊരുളിനായി കാത്തിരിക്കുന്നു. ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു അരിസ്പുതൻ യെരൂശലേം. അപ്പം പ്രോമിസ് ലാൻഡ് വാഗ്ദത്തം ചെയ്ത ആളിന് പോലും അയാൾക്കറിയാം പ്രോമിസ് ലാൻഡ് ഈസ് ഡിഫറെന്റ്.
ദിസ് ലാൻഡ് ഈസ് എ സൈൻ ഓഫ് അനദർ പ്രോമിസ്. ഈ നാട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു അടയാളമാണ്. എന്താ വാഗ്ദത്തം? ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരം പുത്തൻ യെരൂശലേം. അവിടെ ആ ദൈവരാജ്യമാണ് അബ്രഹാം മുൻകൂട്ടി കണ്ടത്. അബ്രഹാം ഒരിക്കലും തന്റെ ഭൗതികമായ വാഗ്ദത്തത്തിൽ തൃപ്തനല്ലായിരുന്നു. ഇനി അപ്പൊ ഞാൻ സ്വദേശത്തേക്ക് മടക്കി വരുന്നത് എന്തായാലും മനസ്സിലാക്കേണ്ടത്, ഏതാ സ്വദേശം? ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. അപ്പൊ ഇനി താഴോട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവരെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ മടക്കി വരുത്തുന്നു. എന്നിട്ട് ഇത് എന്നാ ഫുൾഫിൽ ആകാൻ തുടങ്ങിയത്? എന്താണെന്നറിയോ? ഈ എസെക്കിയേൽ 37 ഫുൾഫിൽ ആയത് അപ്പോസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. ഈ ശവക്കുഴി തുറന്നു വരിക എന്ന് പറഞ്ഞാൽ ഇത് പ്രോബ്ലം എന്ന് അറിയാം. നമ്മളെല്ലാവരും ഇത് വായിക്കും ഉടനെ ആ ശവക്കുഴി തുറന്നു പറഞ്ഞാൽ ഉടനെ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മൾ കൊണ്ട് അടക്കിയിരിക്കുന്ന കുഴി തുറക്കുന്നത് അല്ല. അത് മനസ്സിലാക്കാൻ താഴോട്ട് പറഞ്ഞ് വായിക്കേണ്ടത് മനസ്സിലായത് നമ്മളതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവ കർത്താവ് പ്രവചിച്ചു, എന്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തെ കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അതിന്റെ മുമ്പിൽ വേറൊരു വാക്യം കൊണ്ടുണ്ട്, ഞാൻ അതുകൂടെ വായിക്കാം. 11-ാം വാക്യം. പിന്നെ അവൻ എന്നോട്, മനുഷ്യപുത്രന് പറയാം, എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. അതായത് 10 ഗോത്രങ്ങൾ ചിതറിപ്പോയി അസീറിയാൽ. ആ ചിതറിപ്പോയ 10 ഗോത്രങ്ങൾ, അവരെ കുറിച്ച് പറയാണ്, ഇത് ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയും. ഇത് ജീവനോടിരിക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട്, പ്രോമിസ് ലാൻഡും വിട്ട്, ദേവാലയവും വിട്ട്, അന്യദേശത്ത് പരദേശികളായി ചിതറപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തോടാ അവർ പറയുകയാണ്, ഞങ്ങൾ എന്തിരിക്കും? ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇസ്രായേൽ ഗ്രഹമാണ് ഈ അസ്ഥികൾ. ലിറ്ററലി ഇത് മരിച്ചുപോയവരല്ല, മറിച്ച് ലിറ്ററലി കവനന്റലി മരിച്ചുപോയവരാണ്. ഉടമ്പടി പ്രകാരം അവർക്ക് they were separated from God, they were away from the promised land, they were away from the presence of God. That's why they were just like a dry bones. They are house of Israel. ദൈവം എന്ത് ചെയ്തു? ഇവരെ എങ്ങനെ മടക്കി വരുത്തിയത്? ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ. പെന്തിക്കോസ്തിന്റെ അന്ന് പരിശുദ്ധ റൂഹ വന്നു, 3000 പേർ സ്നാനപ്പെട്ടു. ഈ 3000 പേരിൽ ഈ 12 ഗോത്രങ്ങളിലെ ആളുകളുണ്ട്. അന്ന് ആകാശത്തേക്കുള്ള പല നാടുകളിൽ നിന്നും യഹൂദ നാട്ടിൽ വന്നു പാർക്കുന്ന, പറയാം, ഉത്സവത്തിന് വന്ന് പാർക്കുന്ന ഭക്തിയുള്ള പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സുവിശേഷം കേട്ടു. 3000 പേർ സ്നാനമേറ്റു. എനിക്ക് താഴോട്ട് നിങ്ങളെ 37-ാം അധ്യായം ഫുള്ള് വായിച്ചു നോക്കണം. ദൈവം ഇസ്രായേലിന് യഹൂദ ഗ്രഹത്തിന്റെ കോലും ജോസഫ് ഗ്രഹത്തിന്റെ കോലും കൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒന്നാക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ അവരെ ദേശത്ത് ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ഫ്രം 21. പിന്നെ നീ അവരോട് പറയുന്നത്, യഹോവ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ലിറ്ററൽ. ഇത് മനസ്സിലാക്കണം ആദ്യം. അക്ഷരാർത്ഥത്തിൽ 4 ദിക്കിൽ നിന്നും ജാതികളെ സ്വരൂപിച്ച് വരുമെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ മോളി പറഞ്ഞിരിക്കുന്ന അസ്ഥി ഒറിജിനൽ അസ്ഥിയാണോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്വദേശത്തേക്ക് മടക്കി വരുത്തുന്നതാണ്. അതൊരു അക്ഷരികമാണെങ്കിൽ ഇവിടെ അസ്ഥിയോട് ചേരുന്ന ആ സാഹചര്യം ലിറ്ററൽ ആണോ? ഇസ്രായേലെല്ലാം ചത്തുപോയോ? ഇത് ലിറ്ററൽ അല്ല പ്രിയപ്പെട്ടവരെ. ഇത് സ്പിരിച്വലി സംസാരിക്കുകയാണ്. ഞാൻ 4 ദിക്കുകളിൽ നിന്ന് 4 പുറത്തു നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? സ്വരൂപിച്ച് സ്വദേശത്ത് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, ഇസ്രായേൽ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ ടോക്കിംഗ് അബൌട്ട് ദ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ലിറ്ററൽ, ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വൽ. കാരണം ലാൻഡ്, ഓൾഡ് കവന്റ് ലാൻഡ്, ന്യൂ കവന്റിലെ സ്പിരിച്വൽ ലാൻഡാണ്, ക്രൈസ്റ്റ് ആണ്. എന്നിട്ട് പറയും പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും എന്ന് പറഞ്ഞാൽ ഇവർ 2 ജാതിയാണ്, ഇസ്രായേൽ ഗ്രഹം യഹൂദ ഗ്രഹം. 2 ജാതിയെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും, ക്രിസ്തുവാണത്. ഇനി അവർ 2 ജാതിയാകുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മികച്ചതകളാലും യാതൊരു അതിക്രമണത്താൽ തങ്ങളെ തന്നെ മകല. ബിക്കോസ് ദേ വെർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്, ദേ വിൽ നെവർ ഗോ ആഫ്റ്റർ ഫോർ ഐഡലട്രി ഓർ ഐഡൽ വർഷിപ്പ്. എന്ന് പറഞ്ഞാൽ ദൈവം അവരെന്ത് ചെയ്യുക? മടക്കി വരുത്തുകയാണ്. അവർ പാപം ചെയ്ത് അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കുക. ആരെ ശുദ്ധീകരിച്ച? ക്രൈസ്റ്റ്.
By the blood of Jesus Christ, by the sacrificial death of the Lord Jesus Christ, Jesus cleansed these people. And he gave them life. He sent his spirit upon these people, these dry bones. They will become an honor. They will become an army. They come alive. They came from the tomb. ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു, രക്ഷിച്ചു, ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. You can see, you can read these all verses in the book of Corinthians chapter 6. അവർ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ അവർക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമാർ, അവർ എനിക്ക് ജനമായിരിക്കും. എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായി, ജീസസ് ക്രൈസ്റ്റ്, ദാവീദിന്റെ പുത്രനായ ദാവീദ് അവരുടെ രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും, ജീസസ് ക്രൈസ്റ്റ്. അവർ എന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ ഒട്ടനെ അക്ഷരാർത്ഥത്തിൽ പോയി അവിടെ പോയി താമസിക്കും. ഞാൻ അവിടെ പോയി താമസിച്ചിട്ട് ഇസ്ലാമിക ലോകമായിട്ട് അടി കൂടുമെന്നല്ല കർത്താവ് പറഞ്ഞത്. സമാധാനത്തിൽ പാർപ്പിക്കുന്നില്ലേ? ഇപ്പൊ സമാധാനത്തിലെന്താ പാർക്കുന്നത്? അവരുടെ മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവർ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോട് സമാധാനം ചെയ്യും, അത് അവർക്ക് ഒരു ശാശ്വതമായിരിക്കും. ദാറ്റ്സ് ന്യൂ ടെസ്റ്റമെന്റ്. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുകി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. ദാറ്റ്സ് ദ ചർച്ച്, ദ ചർച്ച് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സഭയാണ്. എന്റെ നിവാസം അവരോടുകൂടി ഇതാ മനുഷ്യരോട് ദൈവത്തിനോടും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം. ഞാൻ അവരുടെ നിവാസം അവരോട് ഉണ്ടാകും, ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായിരിക്കും. എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് ജാതികൾ അറിയും. It's all about the New Testament. The New Testament church. It is not talking about the literal physical temple on the mountain top of Jerusalem. Allah. The Old Testament is removed. God collected these all people and he chose all these people from everywhere in the world, and God gathered all these people in Christ Jesus. Now the land is Christ. We are living in Christ. Christ is our promised land. That is the promised land where Abraham was waiting for. അബ്രഹാം കാത്തിരുന്ന ആ പ്രോമിസ്ഡ് ലാൻഡ് നമ്മളിപ്പോൾ താമസിക്കുന്ന ക്രിസ്തുവാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാണ്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഓൾഡ് ടെസ്റ്റമെന്റ് പീപ്പിൾ പറയുന്നു യു അബൈഡ് ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്. ജീസസ് പറയുന്നു അബൈഡ് ഇൻ മീ, അബൈഡ് ഇൻ മീ. സോ ഞാൻ ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് നിങ്ങൾ കാണുന്ന ആധുനിക ഇസ്രായേലും ദൈവത്തിന്റെ പ്രോഗ്രാമും യാതൊരു ബന്ധവുമില്ല. ഇന്ന് സയോണിസ്റ്റ് മൂവ്മെന്റ്സ് ഈ പാവങ്ങളെ അവിടെ കൊണ്ടുവന്നത് 24 മണിക്കൂറും ഈ അറബി നാടുകളുമായി, ഈ ബാൽ ആരാധകരുമായി അടികൂടുക, യുദ്ധം ചെയ്യുക, ചാകുക, ഉപദ്രവിക്കപ്പെടുക. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, 120 സങ്കീർത്തനമുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ പരിപാലകൻ ഇന്ന് ആധുനിക ഇസ്രായേലിന്റെ പരിപാലകനല്ല. ഇന്ന് ഇസ്രായേലിന്റെ പരിപാലകൻ അത് സഭയുടെ പരിപാലകനാണ്. ക്രിസ്തുവിന്റെ സഭയാണ് ഇന്ന് യഥാർത്ഥ യഹൂദൻ, യഥാർത്ഥ ഇസ്രായേൽ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ഡാർവിയിലൂടെ വന്ന് ഈ ചിന്തകൾ പുനർവിചിന്തനം ചെയ്യണം. ഞാൻ ഈ പറയുന്നത് മാറത്തില്ല, ഞാൻ ഈ പറയുന്ന ആശയത്തിൽ ഒരു കാലത്തും മാറ്റം വരത്തില്ല. പക്ഷെ എല്ലാ ഭവിഷ്യവാദികളും എല്ലാ ഫ്യൂച്ചറിസ്റ്റുകളും കാലത്തിനനുസരിച്ച് അവരുടെ മെസ്സേജുകൾ മാറ്റുന്നുണ്ട്. ഓരോ കാലം കഴിയുന്തോറും അവർ ആധാരം വന്നപ്പോൾ പറഞ്ഞു ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു, ID കാർഡ് വന്നപ്പോൾ പറഞ്ഞു ഇനി അന്ത്യകാലത്തിന്റെ ലക്ഷണം വന്നിങ്ങനെ ഓരോ കാലം വരുമ്പോൾ എല്ലാം കൊണ്ട് അന്ത്യകാലവുമായിട്ട് നമുക്ക് ചേർക്കേണ്ട ഗതികേട് വരുന്നതിന്റെ കാരണം നമ്മൾ അന്തമില്ലാത്ത ഒരു അന്ത്യകാലത്തിനകത്ത് ജീവിക്കുന്നതുകൊണ്ടാണ്. വി ആർ നോട്ട് ലിവിങ് ഇൻ ദ എൻഡ് ടൈം, വി ആർ ലിവിങ് ഇൻ ദ എൻഡ്ലെസ് ടൈം. യേശു ക്രിസ്തുവിന്റെ രാജത്വത്തിന് അവസാനമില്ല. അതുകൊണ്ട് മറക്കല്ലേ, ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞാനൊരു ചെറിയ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറഞ്ഞുള്ളൂ. സോ ഓൾഡ് ടെസ്റ്റമെന്റ് ലാൻഡ്, ന്യൂ ടെസ്റ്റമെന്റിൽ ക്രൈസ്റ്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് ഫിസിക്കൽ ലാൻഡ്, ന്യൂ ടെസ്റ്റമെന്റ് സ്പിരിച്വൽ ലാൻഡ്. ഓൾഡ് ടെസ്റ്റമെന്റ് ഫിസിക്കൽ ടെമ്പിൾ, ന്യൂ ടെസ്റ്റമെന്റ് ഫിസിക്കൽ ടെമ്പിൾ, സ്പിരിച്വൽ ടെമ്പിൾ. ഓൾഡ് ടെസ്റ്റമെന്റ് ഡെഡ് കല്ലുകൊണ്ടുണ്ടാക്കിയിരുന്നു, ന്യൂ ടെസ്റ്റമെന്റ് എന്തുവാ ജീവനുള്ള കല്ല്, ലിവിങ് സ്റ്റോണിനെ കൊണ്ടാണ് ദേവാലയം ഉണ്ടാക്കിയിരിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ us. We are the fruits bearing in the tree of Christ. ക്രിസ്തു എന്ന ട്രീയിൽ വളരുന്ന ഫലങ്ങളാണ് ഓരോ ദൈവവൈദ്യരും. അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ ജീവിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ദൈവത്താൽ ആശീർവദിക്കപ്പെടുക. താങ്ക് യു.